നടക്കാതെ പോയ വിവാഹത്തിന്റെ വാർഷികം, പിറക്കാതെ പോയ കുഞ്ഞിന്റെ നൂലുകെട്ടി, ഇതിന്റെ ഒക്കെ വല്ല കാര്യമുണ്ടോ എന്റെ സാറാന്റിയെ? സമയം കളയാതെ കൊളാബറേറ്റ് ചെയ്യാൻ നോക്കരുതോ? യോഗമാണ് മകനെ സുഗു, യോഗം. നമ്മുടെ കെട്ട് നടക്കാൻ ഈ ഞാൻ പറഞ്ഞ ഐഡിയ കേട്ടോ. പറയട്ടാ, ഞാനൊന്നും പറഞ്ഞില്ലടാ. നീ പറഞ്ഞില്ലടാ, നിന്റെ അമ്മച്ചല്ലേ തടസ്സം, അതിനെ തട്ടിക്കളയാൻ ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുക്കാൻ നീ പറഞ്ഞല്ലേടാ. അയ്യോ, എല്ലാ വചനം പറയരുതുണ്ടോ. നീ പറയൂടാ, നീ നിന്റെ മുതലാളി രണ്ടും കണക്കാ. പെമ്പിള്ളേരെ വായി നോക്കാൻ ഓരോ കാരണവും പറഞ്ഞ് സാറാണ്ടി സാറാണ്ടി എന്ന് വിളിച്ച് നീ കോളേജിലോട്ട് വാ. നിന്നെ ഇനി ബോഡി കേട്ടില്ല. അതെപ്പോഴാണ് നീ ഞാനറിയാതെ കോളേജ്? നിനക്ക് അവിടെ ഏതാ കുറ്റി? ചുമ്മാ പറയുവാ. ചുമ്മാതോ? ആ മാങ്ങാനത്തുള്ള ഹോമിയോ ഡോക്ടറിന്റെ മോളാ. ഓ, ആ വെളുത്ത എല്ലിച്ച്. അവിടെ ചേച്ചി ഒരുത്തില്ലായിരുന്നു, എന്നതാ സാലിയോ ഒരു ഉണ്ട? അതവളുടെ കസിനാ, ബാസ്കറ്റ് ബോൾ കളിക്കുന്ന. ഓക്കെ, ആ ഉണ്ടയുടെ പേരെന്നാ? ഷാനി. ഈ ഇച്ചായന്റെ ഒരു കാര്യം, അത് താഴ്ത്തങ്ങാടിന്ന് വരുന്ന ആ കട്ടയല്ലയോ? ആ കറക്റ്റ്, അവളൊരു ഐറ്റമാണ് മഹനെ. വൃത്തിയിട്ടോമാര് കോട്ടയം ടൗണിലെ സകല പെമ്പിള്ളേരുടെ ഹിസ്റ്ററി ഈ രണ്ടെണ്ണത്തിനോട് ചോദിച്ചാ മതി. എനിക്ക് പോണം. നീ ആ കോപ്റ്ററിന്റെ ഡ്രൈവർ മൂർത്തിയെ കൂടെ വിളിക്കും. ഈ ദുഃഖത്തിന്റെ മധുരം കുറിച്ച് അവനും കൂടെ പങ്കിടട്ടെ. ഓ ഡേ, ആ വിരൽ നീട്ടിക്ക്. ഈ കാണിക്കുന്ന ചില ത്രില്ലും തമാശകളൊക്കെ ഉള്ളൂ. ബോറടിച്ച് തീരുന്ന ജീവിതമാണ്. അല്ലാതെ വേറെ ഒന്നും നേരാൻ വേണ്ട നടക്കുന്നില്ല. ഒരുമിച്ചൊരു ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഡിപ്രസ്ഡ് ആവില്ലായിരുന്നു. ഒരാശ്വാസം, നമുക്ക് നമ്മളെ നഷ്ടപ്പെട്ടില്ലല്ലോ. അതെ, 10 വർഷമായിട്ട് ജയിലിൽ കിടക്കുന്ന അപ്പൻ ഒരു പിടിവാശി കാണിക്കുന്നതേ ഉള്ളൂ. നിന്റെ അമ്മച്ചിയുടെ ലൈഫും കഷ്ടമല്ലേ? എല്ലാം ഒരു രാത്രി കൊണ്ടാ. ആനി 9-ാം വയസ്സിലാ 2 മരണങ്ങൾ കൺമുന്നില്. അവളുടെ കാര്യമോ എനിക്ക് പറയാനുള്ളത്. നമുക്കൊന്ന് പോയി കാണണം അവളെ. ഹോസ്റ്റലിൽ നിന്ന് 2 തവണയെ വാർഡൻ വിളിക്കുന്നു. ഒത്തിരി നാൾ കൂടി ദേഹനങ്ങിയതുകൊണ്ടായിരിക്കാം ഒരു വല്ലായ്മ. സത്യത്തിൽ കുരിയച്ഛന്റെ കന്നം തരുവാ. ആ ചെറുപ്പക്കാരോട് അവിടെ ഇരുന്ന് വലിച്ചോളാൻ പറഞ്ഞത് കുരിയച്ഛനാ. ഇതുപോലുള്ള പെറപ്പിനെയും കാണിച്ചെന്ന് ഞാൻ അറിഞ്ഞ കുരിയച്ഛൻ തന്നെ ചീട്ട് ഞാൻ കീറുവേ. പണി നീ വേറെ നോക്കേണ്ടി വരും. ഒരു പെഗോ? ഒരെണ്ണം കൊടുത്തിരുന്നല്ലേ സാർ പറഞ്ഞേ? എന്റെ പി ചേട്ട ഒരെണ്ണം പറഞ്ഞ ഒരു ഫുള്ളാ. കൈയും കാലും ഇളക്കുന്നതിന് എനിക്കുള്ള കോട്ടയാ. ഏതായാലും ഒഴിച്ചല്ല, അതങ്ങ് കളഞ്ഞേക്കാം. സാറിന് നോ. അതെന്നാ സ്വാമി വ്യാഴാഴ്ച കഴിക്കുകയാണെന്ന്? എന്നതാ അതിന്റെ ഒരു പ്രത്യേകത? സാറിന് വ്യാഴദശയായിരിക്കല്ലയോ? റബിഷ്, അങ്ങനെയൊന്നുമില്ലടോ. ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം വേണ്ടാന്ന് വെക്കുന്നു. ദാറ്റ്സ് ഓൾ. കോറം തികഞ്ഞല്ലോ. അണ്ണനൊന്ന് ഒഴിക്കട്ടെ. ഒന്നൊഴിമോനെ. ഓ, എന്റെ പൊന്നു രാജഗോപാലെ, താനീ യൂണിഫോം ഇട്ടോണ്ട് ഇങ്ങനെ കയറി വരല്ലേ? കാണുമ്പോ ഉള്ളിന്ന് ഒരു ആന്തല. അതെന്നാ തമ്പിച്ചായ, മാനസം വാരികയുടെയും സായാഹ്ന പത്രത്തിന്റെയും പ്രിന്റർ കം പബ്ലിഷറുടെ ഉള്ളെന്തിനാ ഒരു പാവം പോലീസുകാരനെ കാണുമ്പോ ഇങ്ങനെ ആളുന്നേ? അതെ, ഒരു പെൺവാണിഭ കേസിൽ വെറുതെ പ്രതി ചേർത്ത് ഈ പാവത്തിന് ഒരുപാട് കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട് സാറിന്റെ വർഗ്ഗക്കാര്. താൻ ആ കുരിയച്ചനെ തല്ലിയോ? അവനോട് ഒപ്പുണ്ട് കരഞ്ഞോണ്ട്. അവനെ തല്ലുകയല്ലേ വേണ്ടത്, നിങ്ങൾ ഓർത്തിട്ടാ. ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഞാൻ കഴുത്തെ പിടിച്ച് വെളിയിൽ തള്ളിയനെ. ആ മാതിരി പോക്കരത്തിലായിരിക്കുന്നത്. തിരുനക്കര മൈതാനത്തിനടുത്ത് അച്ഛൻ ഹോട്ടൽ നടത്തിയിരുന്ന കാലം മുതലേ കാണുന്ന അവനെ താൻ ഇവിടുന്ന് പിരിച്ചുവിട്ടാ പിന്നെ എനിക്ക് ജോലിയാ. ചങ്കിനിടിയും കരച്ചിലുമായിട്ട് രാവിലെ തന്നെ വീട്ടിലെത്തൂടാവേ. പിഴച്ചു പോണെന്ന് ആ പുല്ലന് വിചാരമില്ലെന്ന് വെച്ചാ. ഡേവിഡ് സാറേ, സാർ ഒന്ന് വരണം. സുഖു അടിച്ച് ഓഫാ. ഒരു പെഗിലോ? ഒരു പെഗല്ല, എവിടെയാണ് സാർ? ഒന്ന് എഴുന്നേക്കടാ. കംപ്ലീറ്റ് വ്യാജന. അതെ,
കംപ്ലീറ്റ് വ്യാജന. അല്ലെങ്കിൽ ഞാൻ ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഷേപ്പ് മാറാറുണ്ടോ? കംപ്ലീറ്റ് വ്യാജന. ഏത് കോപ്പന ഇവിടെ മദ്യം സപ്ലൈ ചെയ്യണ മുണ്ടിനെ ചവിട്ട്. എന്ത് പറ്റി സാറേ? ഒന്ന് താങ്ങിക്കാ പോക്കരെ മുട്ടിഞ്ഞ വെയിറ്റ് ആയി കഴിവുന്നവന്. ഞാൻ ചെലപ്പോ വാള് വയ്ക്കാൻ ചാൻസ് ഉണ്ട്. ഷവോടൊക്കെ ഞാൻ നടത്തും. പോട്ടെ സാറേ, ഞാൻ സാറിന് കാത്തുകയായിരുന്നു ഒരു താങ്ക്സ് പറയാൻ. സിസ്റ്ററിന്റെ അഡ്മിഷൻ അത് ശരിയായി. സാറിന്റെ റെക്കമെൻഡേഷനാ. പേരിനൊരു ചെറിയ തുകയെ മാനേജ്മെന്റ് വാങ്ങുന്നുള്ളൂ. നന്നായി പഠിച്ച് മിടിക്കായിട്ട് പറ്റുള്ളൂ. ഓക്കെ. എനിക്ക് മുള്ളണം. എന്നെ ഞാൻ കൊല്ലും. ദേവികുഞ്ഞെ, ദേവികുഞ്ഞെ, ഒന്ന് എഴുന്നേറ്റേ. എന്നാ കിടപ്പായത്? കാപ്പ് കുടിക്കണ്ടായോ? മണി 10 കഴിഞ്ഞു. കഴിയട്ടെ, എഴുന്നേറ്റ് പെന്നെ എടുക്കാനാ. ചേട്ടത്തി ഊണാകുമ്പോ വിളിച്ചാ മതി. അപ്പൊ കാപ്പി നമുക്ക് ലാഭിക്കാമല്ലോ. ദേ, മഠത്തിലെ അമ്മാമ്മച്ചും കുറെ അമ്മമാരും കൂടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ 1 ആയി. ആര്? കുഞ്ഞിന്റെ അപ്പന്റെ മൂത്ത സഹോദരി മഠത്തിലെ. എന്റെ പള്ളി അത് സംഭവിച്ചോ? എളുപ്പം അങ്ങോട്ട് ചെല്ല്. ആ സുഖു കുഞ്ഞിനെ കുറിച്ച് ഏതാണ്ടൊക്കെ പറഞ്ഞു കൊടുത്ത് പിരി കയറ്റുന്നുണ്ട്. ഈ ക്ലബി പോക്ക ഒന്ന് നിന്ന് കിട്ടേണ്ടത്. അതിന്റെ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാ അത് വല്ല ഗുണമുള്ള കാര്യമാണോ? നഷ്ടമാ നഷ്ടം. അച്ചായന് 2 പിടിപ്പിക്കണമെങ്കിൽ അത് ഇവിടെ വെച്ചായ പോരെ. ഇത് കണ്ടവനും പോണവനും പള്ള നിറയെ കുടിച്ചേച്ച് ഡേവിഡിന്റെ പറ്റിൽ എഴുതിക്കോന്ന് പറഞ്ഞൊരു പോക്കല്ലയോ? നേരത്തിനും കാലത്തിനും പെണ്ണ് കെട്ടാത്തതിന്റെയാ കൂടുതലും. ഒരു പെങ്കൊച്ചു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് വല്ലതും നടക്കുവോ? കറക്റ്റ് അമ്മാമ്മച്ചി. അല്ലാതെ ഞാനിത് എത്രാന്ന് വെച്ചോ ഉപദേശിക്ക. ഒരിക്കൽ ഞാൻ ഏതാണ്ട് പറഞ്ഞപ്പോ എന്നോട് പറയുവാ, വണ്ടി ഓടിക്കുന്നവൻ ആ പണി ചെയ്തേച്ചാ മതിയെന്ന്. അതൊന്നും കേട്ട് നീ പിന്മാറണ്ട. ഞാൻ പിന്നെ ഇത് മാറിയിട്ട് വേണ്ടേ? എടാ, പെറ്റ തള്ളയുടെ സ്നേഹവും ശകാരവും ഇത് രണ്ടും അവന് കിട്ടിയിട്ടില്ല. അവളങ്ങ് പോയില്ലയോ ചെറുക്കൻ 5-6 വയസ്സുള്ളപ്പോ. അപ്പനാണെങ്കി അത് അങ്ങനൊരു കഥ. ശരി, അവൻ എഴുന്നേക്കാൻ ഭാവമില്ലെങ്കിൽ കിടക്കട്ടെ. ഒന്ന് മഠത്തിലോട്ട് വരാൻ പറഞ്ഞേ, സമയം കിട്ടുമ്പോ. എന്നാ നമുക്ക് ഇറങ്ങിയേക്കാം. എന്താ? അതാ നല്ലത്. അന്നാമോ, ദേ വന്നേ. ഉടനെ ഒന്നും എഴുന്നേക്കുന്ന ഭാവമില്ല. അമ്മമാര് ഊണ് കാണുമെങ്കിൽ പറയണേ. ഇല്ലെന്നമ്മേ, ഞങ്ങൾ ഇറങ്ങുവാ. എന്നാ ഇത് അവന്റെ കൊടുത്തേക്ക്. റോമിന്ന് വെഞ്ചരിച്ചതാ. ഇതൊന്ന് കൊടുക്കാൻ കൂടെ വേണ്ടിയാ ഞാൻ ഇതിലേ കേറിയത്. പൊക്കോട്ടേടാ സുഖുവേ. ഓ ശരിയാ മാമച്ചി. സുകുമാരോ, എന്നാ ചേട്ടൻ ഒന്നിഞ്ഞു വന്നേടാ. ഭക്ഷണം കൂടെ നിന്നിട്ട് പണിയുമ്പോ നിനക്ക് നല്ല സുഖല്ലടാ സുഖു. അടുത്ത കൈ ഒന്നുള്ളു കേട്ടോ. എന്നാടാ? ഇരി, ഞാനിപ്പോ വരാം. എവിടെയാണ്? എനിക്ക് ക്ലബിൽ ചെന്നിട്ട് അർജന്റ് കാര്യമുള്ള. പോവാന്നേ. പെങ്ങളെ, ബൈജു എന്തിയേ? കാലത്തെ പോയായിരുന്നു. കാലത്താ? അവന്റെ പരോള് തീർന്ന നാളല്ലയോ? എനിക്കറിയാൻ മേല. പോയി. എവിടെ പോയടാ? നമ്മുടെ ചുണ്ടൻ ബൈജുല്ലോ, മണിപ്പുഴ തങ്കച്ചനെ കൊന്നേ. അവൻ പരോള് തീർന്ന് നാളെ ജയിലിലേക്ക് പോകുന്ന കേട്ടെ. എനിക്കൊരു മരുന്ന് അച്ചായന്റെ അപ്പച്ചന് കൊടുത്തേക്കണ്ടായിരുന്നു. നാളെ പരോള് തീരുന്നവൻ ഇന്നേ മുങ്ങിയത് എന്തിന്? അവന് ജയിലിലെ മീൽസ് അത്രയ്ക്ക് പിടിച്ചു കാണും. നീ വണ്ടി എടുക്കടാ പോപ്പ. ആരുടെ തന്തയ്ക്ക് വായുവിളി വാങ്ങിച്ചിട്ട് വേടാ പരനാറി. ഗ്ലാസ് പൊക്കി വെച്ച് ചീത്ത വിളിച്ചിട്ട് ആര് കേൾക്കാനടാ? അവന്റെ വണ്ടിയാ. MC പോളിന്റെ മകൻ ബെന്നിയുടെ. ഇച്ചിരി മുറ്റുകൂടലാ ചെറുക്കിന്. റവന്യൂ മന്ത്രി വരട്ടടോ. അയാള് വന്നിട്ട് കാര്യങ്ങൾ അയാൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോന്ന്. ഏത് നമ്മൾ പറയുന്നതിൽ നേരെ അയാൾക്ക് മനസ്സിലാകുന്നുണ്ടോന്ന് നോക്കാം. ഏത്? ഇല്ലെങ്കിൽ ഇടുക്കിയിലെ കളക്ടർ ഓഫീസിന്റെ മുന്നിൽ ഞാൻ നിരാഹാരം കിടക്കും. രാഷ്ട്രീയക്കാരന്റെ ചുമ്മാ തട്ടിപ്പ് നിരാഹാരമല്ല, അവിടെ കിടന്ന് ചാവാൻ തയ്യാറായി തന്നെ കിടക്കും. ഏത്?
എന്നാ നിങ്ങൾ ചെല്ല്. ഉച്ച കഴിഞ്ഞ് പ്രെയർ ഹാളിൽ നമുക്ക് ഒന്നിച്ചിരുന്ന് ആലോചിക്കാം. ഏത്? എന്നാ വിട്ടോ. എന്നതാടാ ദാവീദേ, നീ ഈ നാട്ടിലൊക്കെ തന്നെ ഉണ്ടോ? എവിടെയാ പൊട്ടിപ്പെണ്ണ്? വാ, അവക്കിത് എന്നാത്തിന്റെ കഴപ്പായിരുന്നു? അവള് തന്നെ പറയും. വഴക്ക് പറഞ്ഞ് നീ അതിനെ കരയിപ്പിക്കണ്ട. പാതി ജീവനുള്ളൂ ഇപ്പൊ തന്നെ. എന്നാ പണിയാ മോളെ കാണിച്ചേ? കരയല്ലേ, കരയല്ലേ. ഒരുത്തനെ കൊല്ലാൻ ധൈര്യം കാണിച്ചവളാന്നോ ഈ കിടന്ന് കാർന്നേ? കൂട്ടുകാരോടുള്ള സ്നേഹമൊക്കെ എനിക്ക് മനസ്സിലാവും, ആ ട്രാജഡി ഉണ്ടാക്കിയ പെയിനും. പക്ഷെ അതിന്റെ കണക്ക് തീർക്കാൻ ഒരുത്തനെ കൊല്ലാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ നീ മറ്റൊന്നും ആലോചിച്ചില്ലേ? നിന്റെ ജീവിതം, നിന്നെ സ്നേഹിക്കുന്ന ചിലരുടെ മുഖം, അതൊന്നും ഓർമ്മ വന്നില്ലേ നിനക്ക്? പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടി അവൻ അർച്ചനെ അറിയുകയല്ലെന്ന് പറഞ്ഞു കേട്ടപ്പോ നടന്ന സത്യം മുഴുവൻ നിഷേധിച്ച് നുണ തന്നെ ഉറക്കം വിളിച്ച് പറയുന്നത് കേട്ടിരുന്നപ്പോ ഞാൻ മറ്റൊന്നും ഓർത്തില്ല. കൊല്ലം തന്നെ തീരുമാനിച്ച ഞാൻ അവന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് പോയത്. അർച്ചനയുടെ കൂട്ടായിട്ട് ഞാൻ അവിടെ പലതവണ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ല. ഇച്ചായ അവനല്ല അവനെ കൊന്നത്. ആരാ? ഓ കുഞ്ഞ്, മുമ്പ് ഇവിടെ വന്നിട്ടില്ലല്ലോ. മെഡിക്കലില് പഠിക്കുന്ന. ചെല്ല് ചെല്ല്, ബെന്നി സാർ മുകളിലിരിപ്പുണ്ട്. നിനക്കറിയില്ല അല്ലടാ. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ എനിക്ക് തോന്നിയുള്ളൂ. ഞാൻ കൊന്നിട്ടില്ലെന്ന് ആരോട് പറയണമെന്ന് അറിയില്ലായിരുന്നു. ഇവിടേക്ക് പോരാൻ തീരുമാനിച്ചു. അതിനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്ന് കിരോളിച്ചിരിക്കുക. എത്ര കാലം? പോലീസ് അറിഞ്ഞു കഴിഞ്ഞു. ഇന്ന് അവരിവിടെ എത്തും. നിന്നെ ഇവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുക. കൂട്ടത്തിൽ അതിന്റെ പേരിൽ അച്ഛനെ ഒന്ന് അവമാനിക്കുക. മോളിൽ നിന്നുള്ള ഓർഡർ അതാ. അത് വേണ്ടിച്ചായ ഞാൻ സറണ്ടർ ആകാം. നടന്ന കാര്യങ്ങൾ മുഴുവൻ ഞാൻ പോലീസിൽ പറയും. വിശ്വസിക്കുകയല്ല. തന്നെയല്ല, നീ തന്നെയാണ് പ്രതിയെന്ന് വരുത്തി തീർക്കാൻ പോലീസിന് താല്പര്യമുണ്ട്. നീ അവിടെ ഉപേക്ഷിച്ച കത്തിയാ പ്രധാന തെളിവ്. അതിൽ ബെന്നിപ്പോളിന്റെ രക്തക്കര കണ്ടതായിട്ട് എഫ്ഐആറിലുണ്ട്. അതിന്റെ അർത്ഥം എന്തുവാ? അവര് തീരുമാനിച്ചു കഴിഞ്ഞു പ്രതിയെ. നിക്കട്ടെ, ഇപ്പൊ ചെന്ന് ചാടി കൊടുക്കണ്ട. അച്ചോ, ഞാൻ ഇവിടെ ഇവിടെ നിന്ന് കൊണ്ടുപോവാ. കുറച്ചുനാൾ സേഫായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കട്ടെ. ഇവളല്ല കൊന്നതെന്നുള്ള സത്യം തെളിയണം ദാവീദേ. തെളിയണം. തെളിയിച്ചേ മതിയാവും. നമസ്കാരം സാർ. നിന്റെ സാറ് തന്നെടാ അപ്പിടാൻ മുട്ടിട്ട് ഓടുവാന്നോ? നിന്റെ സാറ് കൊടുത്ത പണീന്റെ ഏതാണ്ട് അപ്പിട്ട പോലെയാ. ചെയ്തേ, നീ വെറുതെ തിങ്ക് ചെയ്യണ്ട. നീ ഏത് കാറിട്ടാലും ഞാൻ അടിക്കോ? ചതിക്കല്ലേ, ഞാൻ ഫുള്ളാ. ഞാൻ പറഞ്ഞില്ലേ, ഫുള്ളാണേ ഫുള്ളാണേ കുഞ്ഞച്ചൻ ഫുള്ളാണേ ഫുള്ളാണേ. തനിങ്ങി വന്നേ പറയട്ടെ. ഇതെന്നെ യൂണിഫോമിൽ ഒന്നിരിക്കുന്നോ? തന്നെ ഒന്ന് ഇരുത്തി. അതിന്ന് ആദ്യം ഞാനൊന്ന് എണീക്കട്ടെ. വാ. അപ്പൊ എനിക്കിടണ്ട. അവ കുഞ്ഞച്ചന്റെ ഇടല്. ഡിക്കേ, താൻ എനിക്കിട്ടൊന്ന് പണിഞ്ഞു. ഞാനോ? ഞാൻ സാറിട്ട് എന്നാ പണിയാനോ? പൊട്ടം കളിക്കല്ലേ. മേലാപ്പിലിരിക്കുന്ന സകല പുല്ലന്മാരുടെയും വായിക്കിടക്കുന്ന തെറി മുഴുവനും കേട്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. താൻ ഒരുത്തം കാരണം. ഡിക്കേ, താൻ ആ കൊച്ചിനെ അവിടെ കൊണ്ട് താത്തി. ഏത് കൊച്ചിന്? ഇയാൾക്ക് തന്നെ പറ്റി? ഡിക്കേ, ആനിയുടെ കാര്യമാണ് ചോദിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാകാൻ മേലാഞ്ഞിട്ടല്ല. തന്റെ വണ്ടി ഹൈ റേഞ്ച് റോഡിൽ കിഴക്കമ്മല കയറി ഇറങ്ങിയത് വെറുതെ അല്ലെന്നും എനിക്കറിയാം. താൻ എവിടെ വേണേലും കൊണ്ട് പാത്തു വെച്ചോ. പക്ഷേ വിത്തിൻ അവേഴ്സ് ഞാൻ അതിനെ പൊക്കിയിരിക്കും. ചതിയാ താൻ കാണിച്ചത്.